ഈ ചിതാഭസ്മം ഏറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്നറിയിച്ചുകൊണ്ട് ക്ഷണിക്കുന്നു. വാസ്തവത്തിൽ ഇന്ന് ഈ പരിപാടിയിൽ ഈ ചിതാഭസ്മം ഏറ്റുവാങ്ങാൻ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇവിടെ ചിലർ പറഞ്ഞു അടുത്ത 5 കൊല്ലം ആര് ഭരിക്കണം എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 77 കൊല്ലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ്, പിന്നീട് 2014 മുതൽ BJP ആണ് അല്ലേ, 2014 അല്ലേ അധികാരത്തിൽ. ആരാണ് ഇന്ത്യയിലെ 15 കോടി കർഷകരെ ഈ പുലിവെയിലത്ത് നിർത്തിയത് എന്നത് നമ്മൾ ചിന്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്തും കളകളുണ്ട്. കർഷകൻ എപ്പോഴും കളയേണ്ടത് എന്തോ അതാണ് കള എന്ന് പറഞ്ഞുകൊണ്ടാണ് കള പറിച്ച് കളയുന്നത്. ഈ രാഷ്ട്രീയ മഹാസഖ്യത്തിലും കളകളുണ്ട്. 15 കോടി മനുഷ്യരെ 77 കൊല്ലം കഴിഞ്ഞപ്പോ സമ്പന്നമായ ഒരു രാജ്യമാക്കി തീർക്കുന്നതിൽ വിയർപ്പൊഴുക്കിയ അധ്വാനിച്ച കർഷകർ ഇന്ന് തെരുവ് തണ്ടികളായി ഭിക്ഷയാചിക്കുന്ന നഗരങ്ങളിൽ ചേക്കേറുന്ന ഒരു ഗതികെട്ട അവസ്ഥ ഈ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചത് 77 കൊല്ലം രാജ്യം ഭരിച്ച തെമ്മാടി കൂട്ടങ്ങളാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെ, നമ്മള് മാറി മാറി വോട്ട് ചെയ്തവരാണ്. കുറെ കഴുതകൾ, ഓവർ കഴുതകളെ തെരഞ്ഞെടുക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന പക്ഷമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പുകളിൽ വിശ്വസിക്കുന്നില്ല. ബാലറ്റെല്ലാം ബുള്ളറ്റ് തന്നെയാണ് നമുക്ക് നിർണായകമാവുന്നത് എന്ന് വെച്ചാൽ കർഷകന്റെ തലവിധി നിർണ്ണയിക്കേണ്ടത് ഈ രാജ്യത്തെ കർഷകൻ തന്നെയാണ്. നമുക്കറിയാം, കാശ്മീരിലേക്ക് പോയാൽ ആപ്പിൾ പാടങ്ങളും അതുപോലെ തന്നെ കുങ്കുമപ്പാടങ്ങളും, ഇന്ന് തമിഴ്നാട്ടിലേക്ക് പോയാൽ, കർണാടകയിലേക്ക് പോയാൽ പച്ചക്കറി പാടങ്ങൾ, ഗോതമ്പ് പാടങ്ങൾ ഇല്ലേ. പഞ്ചാബിലേക്ക് പോയാൽ നമുക്ക് കാണുന്നത് ഗോതമ്പ് പാടങ്ങളാണ്. കേരളത്തിൽ വന്നാൽ നെൽപ്പാടങ്ങളാണ്, കടുക് പാടങ്ങളുണ്ട്, ജീരകപ്പാടങ്ങളുണ്ട്, പുകയില പാടങ്ങളുണ്ട് ഇല്ലേ, അതുപോലെ കുമരപ്പാടങ്ങളുണ്ട്. ഈ പാടങ്ങളിലെല്ലാം പണിയെടുക്കുന്ന കർഷകൻ അവന് തിരിഞ്ഞു നോക്കുമ്പോ 77 കൊല്ലം പണിയെടുത്ത് തിരിഞ്ഞു നോക്കുമ്പോ തേഞ്ഞ പണിയായുധങ്ങളല്ലാതെ, കടക്കണിയല്ലാതെ, ആത്മഹത്യയല്ലാതെ എന്താണ് നമുക്ക് നീക്കി ബാക്കിയായിട്ടുള്ളത് എന്ന് ചിന്തിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർഷകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏക്കർ കണക്കിന് പഞ്ചാബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഈ ശുഭശരൺ സിംഗ് എന്ന് പറഞ്ഞാൽ ഭഗത് സിംഗിന്റെ പിൻഗാമിയാണ്. ഈ ഭരണകൂടം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ദല്ലാളന്മാരുടെ ഊട്ടിക്കൊടുക്കുന്നതാണ് ഈ ഭരണകൂടം. ഈ ശിവശരൺ സിംഗിനെ വെടിവെച്ച് കൊന്നത് ആരാണ്? ഞാൻ പറഞ്ഞത് 77 കൊല്ലം രാജ്യം ഭരിച്ചിട്ട് ഇല്ലേ കർഷകരെ തൊഴിലാളികൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടുത്തെ സ്ത്രീകൾ, ഇവിടുത്തെ കുട്ടികൾ, ഇവിടുത്തെ ആഭാരങ്ങൾ ജീവിതം വഴിമുട്ടിയ ഒരു ഗതികെട്ട അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. ജീവിതം വഴിമുട്ടിയിരിക്കുന്നു. ഇന്ന് കർഷകരും തൊഴിലാളികളും തോളോട് തോളൊരുമിക്കൊണ്ട് ഈ നെറികെട്ട ഭരണകൂടത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്, പോരാടേണ്ടത്. അതുകൊണ്ടാണ് 15 കോടി മനുഷ്യർ ഡൽഹിയിലേക്ക് കടത്തിവിടാൻ നിങ്ങൾക്ക് അവകാശമില്ല, കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് കട്ടായമായിട്ട് ഈ ഭരണകൂടത്തിന് പറയാൻ ഡൽഹി എന്നോ നിങ്ങളുടെ തന്റെ വകയാണോ എന്ന് ചോദിക്കുകയാണ് കർഷകർ. ഡൽഹി ആരുടെയാണോ, ഡൽഹി ആരുടെയാണോ എന്ന് ചോദിക്കണ്ടേ? ആരുടെയാണ് ഡൽഹി? ഈ രാജ്യത്തെ കർഷകരുടെ അവകാശമാണ് ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് ഇല്ലേ. 130 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ. എന്താ നിങ്ങൾ കണ്ടിരിക്കുന്നത്? പട്ടാളത്തെയും പോലീസിനെയും വിന്യസിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഇപ്പൊ തെരഞ്ഞെടുപ്പും കൊണ്ട് ഓരോ കഴിവുകൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. വോട്ടിന് വേണ്ടിയിട്ട് നടക്കുകയാണ്. കാവിയുടെയും ചെങ്കൊടിയുടെയും നീലയുടെയും പച്ചയുടെയും ത്രിവർണ്ണവൃത്തിയും പേര് പറഞ്ഞുകൊണ്ട് നട്ടാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് അധികാരമാണ്. ആരുടെ അധികാരമാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? ഈ കർഷകന്റെ അവകാശമാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? തൊഴിലാളിയുടെ അവകാശമാണോ നിങ്ങൾ പറയാൻ പോകുന്നത് എന്ന് ചോദിക്കണം. നിങ്ങളുടെ വീടുകളിൽ വോട്ട് വേണ്ടി വരുമ്പോൾ പുറത്താക്കാനുള്ള ആഗ്രഹം കർഷകർ എന്താണോ ഉണ്ടാവുന്നത് അന്നേ നമുക്ക് വിവാദമുള്ളൂ എന്ന് തിരിച്ചറിയണമെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കർഷകന്റെ മുഖത്തേക്ക് നോക്കൂ, ഒരു സന്തോഷത്തിന്റെ ഒരു ലാഞ്ചനയുണ്ടോ? എന്തുകൊണ്ടാണ് ഉണ്ടാവാൻ പോകുന്നില്ല? കർഷകരും തൊഴിലാളികളും സാധാരണക്കാരുമല്ല, അവന്റെ രക്തമൂട്ടി കുളിക്കുന്ന രക്തരക്ഷകളായിട്ട് നമ്മളെ പാർലമെന്റ് വായിച്ചിരിക്കുന്നു.
ഇല്ലേ? പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് 47 മുമ്പ്, അതിനുശേഷവും കാട്ടിയും വെറുയും കുളയും മത്തയാനും സിംഗാനും താക്കോലും ഗജാജുമാണ് ഈ രാജ്യത്തെ കൊള്ളയടിച്ചിരുന്നെങ്കിൽ ഇന്ന് റിലയൻസും വാൾമാർട്ടും അതുപോലെ പോലുള്ള പുസ്തക ഗ്രൂപ്പുകൾ ഇന്ന് കവർന്നെടുക്കുകയാണ്. അവയുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഇന്നിപ്പോ വലിയ വോട്ടുകളിലേക്കൊന്നും പോകുന്നില്ല. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന കൊള്ളക്കാരിൽ നിന്ന് കാലങ്ങൾ കൈപ്പറ്റുന്ന തുകയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. എന്തിനാണ് ഈ രാജ്യത്തെ ജനങ്ങളെ വിലക്കടി? എവിടെയാണോ ജനാധിപത്യം, എവിടെയാണോ മതേതരത്വം, എവിടെയാണോ സ്വാധീനത്വം എന്ന് ചോദിച്ചാൽ ആയാ നിമിഷം ED-യെയും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളെയും അയച്ച് ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് സുഭാഷ് ചന്ദ്ര സിംഗ് എന്ന് പറയുന്ന യുവ പോരാളി കർഷകർക്ക് വേണ്ടി രക്തസാക്ഷിയായിരിക്കുന്നു. ഈ രക്തസാക്ഷിയുടെ ചിതാഭസ്മം അല്ല, ഇതൊരു തീക്കൊള്ളയാണ്.